നെക്സ്റ്റ് വി ഹാവ് എ വൺ മാൻ ഷോയുമായിട്ട് വേദിയിലേക്ക് എത്തുകയാണ് ദിലീപ് പുലാമന്തോൾ. ദിലീപേ, നമസ്കാരം. നമസ്കാരം. ഈ പുലാമന്തോൾ എവിടെയാണ്? പുലാമന്തോള് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പുലാമന്തോൾ. പട്ടാമ്പി കഴിഞ്ഞ് കൊപ്പം പുലാമന്തോള്. ഓക്കെ, ഈ കൊപ്പം വരെ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ പുലാമന്തോൾ ആദ്യമായിട്ട് കേൾക്കാണ്. പുലാമന്തോള് ഇനി ഞാൻ ഉണ്ടല്ലോ, ഇപ്പൊ ഇനി അറിഞ്ഞോളൂ എന്തായാലും. അപ്പൊ ദിലീപിലൂടെ ഇനി അറിയപ്പെടാൻ പോകുന്ന സ്ഥലമാവട്ടെ പുലാമന്തോൾ. വെരി ഗുഡ്. അപ്പൊ ദിലീപിന്റെ പെർഫോമൻസ് എന്താണ് സ്പെഷ്യാലിറ്റീസ്? കുറച്ച് ഒരു 4-5 സ്റ്റാർസിന്റെ ശബ്ദം. ഓക്കെ. ആദ്യമായിട്ട് വില്ലൻ കഥാപാത്രത്തിൽ നിന്നും ഇപ്പൊ കൊമേഡിയൻ താരമായി കൊണ്ടിരിക്കുന്ന ബാബുരാജ്. ഓക്കെ. ഞാൻ നമ്മുടെ എസ്.പി.യിലെ മേനോൻ സാറിന്റെ വീട്ടിലെ കുക്ക. സാറ് നല്ല പണിയെ കാണിച്ചു. മിനിഞ്ഞാന്ന് സാറ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് നല്ല നാടൻ കോഴിക്കറി, കൊടമ്പുളി ഇട്ട് വെറ്റിച്ച നല്ല ചെമ്മീനും. എന്നിട്ട് എന്തൂട്ടാ, എല്ലാം ഞാൻ തന്നെ തിന്ന് തീർത്തില്ലേ. ഒന്ന് വിളിച്ച് പറയാനായിട്ട് സാറിൻ്റെ ഒരു മൊബൈൽ ഫോണെങ്കിലും മേടിച്ചൂടെ? അല്ലെങ്കിലും കള്ളുടിയന്മാർക്കൂടെ ചോദിക്കാനും പറയുന്ന ആളില്ലല്ലോ. ശശിയേട്ടാ, 2 രാധാസ്. താങ്ക് യു. അടുത്തത് ശശി കല്ലിങ്കൽ. ഓരോരുത്തരും വന്ന് ചോദിക്കാം, പത്മശ്രീ ഉണ്ടോ? ഞാനിത് ഇവിടെ നിർത്ത് കൊടുക്കാനാ. നമുക്കൊരുമിച്ച് ഡാൻസ് കളിച്ചാലോ? മെയ്ഡ് ഫോർ ഈച്ച് അതർ. ചലക്കാണ്ട് പോടവിടുന്ന്. അടുത്തത് ലാൽ ജോസ് സാറാണ് ഡയറക്ടർ. നമ്മുടെ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു പരസ്യം ഉണ്ടല്ലോ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഇത് നമ്മുടെ ഡയറക്ടർ ലാൽ ജോസ് സാറെ പറഞ്ഞ അങ്ങനെ നോക്കണം. അതായത് വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരന്റെ കാശകോശ കറയിൽ അടഞ്ഞുകൂടിരിക്കുന്ന കറ പുറത്തെടുത്താൽ ഏകദേശം ഇത്രത്തോളം വരും. ഇത് മതി നിങ്ങൾ രോഗിയാക്കാൻ, ഒരു വലിയ രോഗി. ഇനി ഡയറക്ടർ രഞ്ജിത്ത് സാർ. ഞാൻ ശ്രമിക്കുകയാണ്, ആദ്യമായിട്ടാണ് ഈ ഫ്ലോറിൽ വെച്ച് ശ്രമിക്കുകയാണ്. ഒരു നല്ല നടനാകണമെങ്കിൽ ജീവിതാനുഭവം വേണം, നിരീക്ഷണ ബോധം വേണം, നമുക്ക് ചുറ്റുമുള്ള കഥാപാത്രങ്ങളെ പഠിക്കുവാനുള്ള മനസ്സ് വേണം. മോഹൻ, നിങ്ങളൊരു നല്ല നടനായി കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു നല്ല നടനായിരിക്കും. അടുത്തത് നമ്മുടെ ഇപ്പോഴത്തെ യങ് സ്റ്റാർ മമ്മൂക്കയുടെ പുത്രൻ ദുൽഖർ സൽമാൻ. യങ് സ്റ്റാർ മമ്മൂക്കയുടെ പുത്രൻ ദുൽഖർ സൽമാൻ, അങ്ങനെ പറഞ്ഞാലും കറക്റ്റ് ആണ്. ശരി, DQ. നിങ്ങൾക്കൊരു കാതറിയോ? ഇതൊന്നൊരു കഥല്ലേ പൂപ്പ. ഡുപ്പാന്റെ ജോലി എന്നൊക്കെ പറഞ്ഞാലേ അത് അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്കൊരു കാതറിയോ? നിങ്ങൾക്ക് ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഒക്കെ വെച്ചൂടെ? മൈ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് യു വാണ്ട്. ഓ, അടിപൊളി. അപ്പൊ ഇത്രയായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. വെരി ഗുഡ്. എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു എന്നാണ് എനിക്ക് ഇവിടെ അടുത്ത് നിന്ന് കേട്ടപ്പോൾ തോന്നിയത്. കുറച്ചും കൂടെ അകലെ ഇരുന്ന് കേട്ടവർക്ക് എന്താ തോന്നിയെന്ന് അവരോട് തന്നെ ചോദിക്കാം. നെൽസൺ ചേട്ടാ, ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടി ഓരോരോ ന്യായങ്ങൾ അടിപൊളിയായിരുന്നു കേട്ടോ. ചെയ്തതെല്ലാം സൂപ്പറായിരുന്നു. പറഞ്ഞ ദിലീപ് പുലാമന്തോൾ. അതെന്തോന്നാ, എന്തായാലും നിന്റെ പേര് തന്നെ അത് അറിയും, അത് ഉറപ്പാ. നീ ആദ്യം തന്നെ വിശ്വാസമായിട്ട് അതങ്ങനെ പറഞ്ഞു. അത് അങ്ങനെ തന്നെ സംഭവിക്കും, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ആഗ്രഹിച്ചതുപോലെ തന്നെ നമുക്ക്, ഞാൻ ആദ്യമായിട്ട് അശ്വതി പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ട് പുലാമന്തോൾ അല്ലേ, ആ പുലാമന്തോൾ ഇനിയും ദിലീപിന്റെ പേരിൽ അറിയപ്പെടും. അതിനൊരു സംശയമില്ല. അതിനുള്ള എല്ലാ സംഗതികളും കയ്യിലുണ്ട്. ഇപ്പൊ ചെയ്തതെല്ലാം ഗംഭീരമായിരുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ ദിലീപ്, അപ്പൊ വീട്ടിലെല്ലാവരോടും പ്രത്യേകം അന്വേഷണം പറയാ, നാട്ടുകാരോടും പറയാ. പുലാമന്തോളിന്റെ പേര് ഇവിടെ എത്തിച്ചതല്ലേ, അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയാ. അപ്പൊ ആശംസകൾ. നമുക്ക് വീണ്ടും വലിയ വലിയ വേദികളിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. വേറൊരു കാര്യം പറയാനുണ്ട്. പറയൂ. ഇവിടെ വർക്ക് ചെയ്യുന്ന ലേഡി സ്റ്റാഫുകളുണ്ട്, ശ്രീബ, സുബ, പിന്നെ എന്റെ ബോസ് ലത്തീഫ്, അലി. ഇവർക്ക് വേണ്ടി ഒരു ഹായ് പ്രത്യേകിച്ച് എന്ന് പറയണം. അപ്പൊ ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു ഹായ്. താങ്ക് യു. അതുപോലെ തന്നെ എന്റെ വൈഫിന്റെ അനിയത്തി സനിക സാന്ദ്ര, എന്റെ അനിയത്തി ദിനിഷ. പറഞ്ഞേക്ക്. പുലാമന്തോളിലുള്ള എല്ലാരും ആയോ? അപ്പൊ പ്രത്യേകിച്ച് വൈഫിന്റെ അനിയത്തിമാർക്കും പിന്നെ അതിന്റെ കൂടെ പറഞ്ഞ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക സ്നേഹം. ഇനി എക്സ്ട്രാ അശ്വതി സ്പെഷ്യൽ ഹായ് ഹൂയ് ഹായ് അതെല്ലാവർക്കും ഇരിക്കണം. ഓക്കെ ദിലീപ്, താങ്ക് യു. താങ്ക് യു.